ആരത്? പെട്ടെന്ന് അവൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. എന്നാൽ പിന്നിലെ സീറ്റുകൾ ശൂന്യമായിരുന്നു. ദേവേട്ടാ. എന്നാൽ ഈ പ്രാവശ്യം അവൻ്റെ കണ്ണുകൾ അവനെ ചതിച്ചില്ല. മുന്നിലെ കണ്ണാടിയിലൂടെ അവൻ കണ്ടു പിന്നിലെ സീറ്റിൽ തനിച്ചിരിക്കുന്ന ആ പെൺകുട്ടിയെ. എവിടെ പോയി? ആരായിരുന്നത്? എനിക്കിനെ തോന്നിയതായിരിക്കൂ. അവൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പതിയെ പിന്നിലെ സീറ്റുകളിലേക്ക് നടന്നു നീങ്ങി. പെട്ടെന്ന് അവൻ്റെ കാലുകൾ അവിടെ തന്നെ നിശ്ചലമായി. അവൻ്റെ കണ്ണുകൾ പിന്നിലെ സീറ്റിലെ ആ കാഴ്ചയിലേക്ക് തറച്ചു നിന്നു. എന്താ റോസാപ്പൂ? ഏതാ ഐഡി കാർഡ്? ഹൈറ. ഈശ്വര, എന്തോ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ റോസാപ്പൂ ഐഡി കാർഡും ഇവിടെ ഇങ്ങനെ വന്ന് തോന്നെ പെരുക്കുന്നു. നിന്റെ മനസ്സിന്റെ തോന്നലായിരിക്കൂ? നീ എന്താ കുട്ടിയെ ഇത്രയും വൈകിയേ? അത് ബസ് ഇടയ്ക്ക് വെച്ചെന്ന് ബ്രേക്ക് ഡൗൺ ആയി മുത്തശ്ശി. അത്താഴം എടുത്ത് വെക്കട്ടെ? വേണ്ട, ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിച്ച്. മുത്തശ്ശിക്ക് ഈ പ്രേതം, പിശാച് ഇതൊക്കെ ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? നിനക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ആത്മാക്കളും ഉണ്ട്. അപ്പോ ഞാൻ കണ്ടത് സത്യമാണോ? മുത്തശ്ശി, ദേവയില്ലേ? അവനകത്തുണ്ട്. കേറി വാ മക്കളെ. നീ നോട്ടത്തിന് പോയില്ലേ? നിന്നെ ഞങ്ങൾ സ്റ്റാൻഡിൽ പോയി നോക്കിയിരുന്നു. അപ്പ അവിടെ കണ്ടില്ല. ഞാനിന്ന് ഉച്ച കഴിഞ്ഞ് കേറുന്നോള്. അല്ല, നമ്മുടെ ബസ്സിൽ ഇന്ന് ആരാ ഓടുന്ന? അതാ സേതുവും രാഹുലോ. എടാ, ഞാനൊരു കാര്യം ചോദിച്ചാ നിങ്ങൾ സത്യം പറയോ? എന്താടാ? ചോദിക്ക്. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ഡാച്ചു, കളിയല്ല, സീരിയസാ. സോറി അല്ലയാ. എടാ, നിങ്ങൾ ഈ പ്രേതം, പിശാച് ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും? പ്രേതവോ? നിനക്ക് എന്താടാ ദേവ? എടാ, ഞാൻ ശരിക്കും ചോദിച്ചയാ. നിനക്ക് എന്താടാ, തലയ്ക്ക് വല്ല ഓളവുണ്ടാ? പിന്നല്ലാതെ പ്രേതം എന്നെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് മുമ്പിൽ വന്ന് നിൽക്കാൻ പോവില്ലേ? ഈ കാലത്ത് അതൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയൊന്നുമില്ല. ഇനി കാണൂ. നിനക്ക് വട്ടായടാ. അല്ല, ചോദ്യവും ഉത്തരവും നീ തന്നെ പറയുന്നു. അച്ചു പറയുന്നതിലും കാര്യമുണ്ട്. ചിലപ്പോ കാണും, ചിലപ്പോ ഇല്ല. എന്നാ ഞാൻ പറയുന്നു ഉണ്ട്. ദേവാ, പേടിപ്പിക്കല്ലേടാ. പേടിപ്പിച്ചതല്ലടാ, സത്യവാ, ഉണ്ട്. ഞാൻ കണ്ടതാ ഇന്നലെ രാത്രി ബസ്സിൽ വെച്ച്. ഡിപ്പോയിൽ ഇന്നലെ ബസ് ഒതുക്കാൻ പോയപ്പോഴേ എന്റെ പുറകെ ആരോ ഉള്ളതുപോലെ തോന്നിയിടാ. അത് നിന്റെ നിഴല് വല്ല ആയിരിക്കും. നീ ഒന്ന് പോയേ. പിന്നെ പ്രേതം. നീയൊന്നും മിണ്ടാതിരുന്നേ. നീ ശരിക്കും കണ്ടോ? കണ്ടു. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഇതെന്തോന്നടാ, നന്ദനത്തിലെ ബാലമണിയാ? അച്ചു, മനു, ഞാൻ പറയുന്ന സത്യമാടാ. എന്നോട് അതെന്തോ പറയാൻ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. പറയാൻ ശ്രമിക്കുന്ന പോലെയാ? നിനക്ക് എന്തടാ? അത് നിന്നെ എങ്ങനെ അറിയാം? അറിയാം, അവൾക്ക് എന്നെ അറിയൂ. അവളോ? ആര്? ഹൈറ. ഹൈറ കൺഫേം. നിനക്ക് ഭ്രാന്താടാ. നേരത്തെ കൊണ്ട് കാണിച്ചാ ഇതിപ്പോ കയ്യിലൊതുങ്ങും. അവനെ നോക്കി ദയിപ്പിക്കണ്ട. പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. പിന്നെ 6 മാസം മുമ്പ് മരിച്ച ഹൈറയെ ഇവൻ കണ്ടു എന്ന് പറഞ്ഞ ആരെങ്കിലും വിശ്വസിക്കൂ? വിശ്വസിക്കണം. വിശ്വസിച്ചേ പറ്റൂ. നീ ആ ടേബിളിലോട്ട് നോക്കി. ഇതെന്തുവാ? ഹൈറയുടെ ഐഡി കാർഡും പിന്നെ ഈ കാണുന്ന ഉണങ്ങിയ റോസാപ്പൂവും നമ്മുടെ ബസ്സിന്റെ ബാക്ക് സീറ്റിൽ കിടന്ന് കിട്ടിയതാ. ഇതും പറഞ്ഞ് ഇനി അൽഹാദിയിലോട്ട് ചെന്ന് കയറിക്കൊടു. അവര് നിന്റെ തല വെട്ടും. ഇതാ ചായ. മുത്തശ്ശിക്കൊന്നും അറിയില്ല, പറയല്ലേ? മുത്തശ്ശി, ഈ കാലത്തെ പ്രേതങ്ങളൊക്കെ ഉണ്ടാ? നിങ്ങക്ക് എന്താ കുട്ടികളെ പറ്റിയേ? ഇന്നലെ ഇവനും എന്തൊക്കെയോ ചോദിക്കുന്ന കേട്ടു. എന്താ മക്കളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. അവൻ വെറുതെ ചോദിച്ചേ മുത്തശ്ശി. ചെല്ല്. തെണ്ടി, നിന്റെ തിരുവായ ഒന്ന് അടച്ചു വെക്കൂ. ദേവാ, ഇത് ഹൈറയാണെങ്കിൽ തന്നെ അവൾ എന്തിനാ നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അറിയില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. എന്തായാലും നീ ടെൻഷൻ അടിക്കണ്ട. നമുക്ക് നോക്കാടാ. ഇന്ന് ഞങ്ങളും വരാൻ രാത്രി നിന്റെ കൂടെ. ഞങ്ങളാ? ഞങ്ങളല്ല, നീ ഒറ്റയ്ക്ക് പോകും. ഞാൻ വരത്തില്ല. സുഹൃത്തെന്ന് പറഞ്ഞ എന്തിനും കൂടെ നിൽക്കുന്നവനെന്നർത്ഥം. അല്ലാതെ നിന്നെ പോലെ അല്ല.
നീയല്ലേ പറഞ്ഞേ പ്രേതമില്ല ഇക്കാലത്ത്, അതൊന്നും കാണില്ല എന്നൊക്കെ. ഓഹോ, അപ്പൊ പേടിയായിട്ടായില്ലേ? മതി മതി മതി, ഞാൻ വരാം എന്റെ പൊന്നോ. വാടാ, നമുക്കൊന്ന് പുറത്തോട്ട് വരാം. ഇനി അതും ആലോചിച്ചിരിക്കണ്ട. ഓ, കലവിലാന്ന് കേട്ടപ്പോഴേ തോന്നി വാനരന്മാരെ കൂടെ കാണുമെന്ന്. വാനര നിന്റെ കെട്ടിയോൻ മുരടി. അത് തന്നെ ഞാനും പറഞ്ഞേ. നീ മാറിക്കേ, ദേവ എങ്ങാനും കണ്ടാ തീർന്നു. ഇല്ല, മാറത്തില്ല. ഞാൻ ദേവയെ ഇപ്പൊ വിളിക്കും, മര്യാദയ്ക്ക് മാറും. വിളിച്ചോ, ഒരൊറ്റ കിസ് അത് സ്വീകരിച്ചാൽ മാത്രം മതി, ഞാൻ പൊയ്ക്കോളാം. എന്റെ ചാരിത്രം നശിപ്പിക്കരുത്. അച്ചോ, ഒന്ന് വാടാ, മാറടി. അമ്മേ, ഇതിനെ തേടിയിട്ട് ദുഷ്ടി പേടിത്തുണ്ട്. എന്റെ അമ്മേ, രക്ഷപ്പെട്ടു.